അവരെന്നോട് യാത്ര പോലും പറയാതെ പോയത്. മോളെ ഒന്ന് ഫേസ് ചെയ്യാനും ആശ്വസിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവര്. മോൾ അതോർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും അവരെ ഓർത്ത് വിഷമിക്കാനും സന്തോഷിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ചെറിയമ്മ. ഞാൻ ഈ ലോകത്ത് കുറച്ചെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത് രാജുവിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ആ സമാധാനവും സന്തോഷമൊക്കെ എനിക്കിപ്പോ പോയി. ഇപ്പൊ അവരും എന്നെ ഒരു അന്യെ പോലെ കാണുന്നു. ഇതെന്താ ചെറിയമ്മ എന്റെ ജീവിതം ഇങ്ങനെ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചെറിയമ്മയും കണ്ടതല്ലേ, എന്താ എനിക്ക് മാത്രം ഇങ്ങനൊരവസ്ഥ? ആരാ ചെക്കൻ? എനിക്ക് പരിചയം പോലും ഇല്ല അവന്. അവനെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ചെറിയമ്മ? ചെറിയമ്മയ്ക്കറിയാലോ എന്റെ മനസ്സ് മുഴുവൻ രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതാര് ഇപ്പൊ പുതിയൊരാള്? അച്ഛൻ എന്തിന് ഇങ്ങനെ വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഇങ്ങനെ അംഗീകരിക്കുന്നത്? മോളെ അതിന് പ്രതാപേട്ടന് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. മോളുടെ അച്ഛന്റെ മനസ്സിൽ ഒന്നുമില്ല. മോളുടെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ മോളുടെ അച്ഛനുള്ളൂ. അതുകൊണ്ടാ പ്രതാപേട്ടൻ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ നിന്നാ പോരെ? എന്നെ എന്തിനാ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് എല്ലാരും ധൃതി കാണിക്കുന്നെ? അങ്ങനെയല്ല മോളെ. പെൺകുട്ടികളുടെ വിവാഹം 1-2 തവണ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിവാഹം നീട്ടിക്കൊണ്ടുപോയാ പിന്നെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പ്രതാപേട്ടൻ. ചെറിയമ്മയും കൂടി അച്ഛനെങ്ങനെ ന്യായീകരിക്കല്ലേ? മോൾക്ക് അച്ഛനോട് ദേഷ്യ? അച്ഛനോട് ദേഷ്യം തോന്നാനോ? എനിക്കോ? എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല ചെറിയമ്മ. പക്ഷെ എനിക്കെന്റെ വിധി ഓർത്തിട്ടാ എന്റെ വിഷമം. എനിക്ക് മാത്രം എന്താ ഇപ്പോഴിങ്ങനെ സംഭവിക്കുന്നത്? മോള് വിഷമിക്കാതെ. മോള് ചെറിയമ്മ പറയുന്ന കേക്ക്.